എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത. കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ക്യാൻസർ സർവൈവറാണല്ലോ. എൻ്റെ ക്യാൻസറിൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്യാൻസർ അഡ്മിഷൻ്റെ സമയത്ത് എൻ്റെ അമ്മയുടെ മരണം. അമ്മയെ കാണാൻ സാധിച്ചില്ല. അതൊരു വല്ലാത്ത വിഷമമായിട്ടെന്നും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ മക്കളുടെയും ആഗ്രഹമാണല്ലോ അമ്മയെ അവസാന നിമിഷത്ത് കാണുക, ഒരിത്തിരി വെള്ളം കൊടുക്കുക. ഇതൊക്കെ അതിനുള്ള ഭാഗ്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല. ഇന്ന് ഞാൻ ഒരു പിക്ചറിനകത്ത് കുറേ ചാമ്പയ്ക്ക കണ്ടു. അപ്പോഴാണ് എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് വീണ്ടും ഓർമ്മ വന്നത്. മഹാവികൃതിയായ ഞാൻ, എന്നെ അടിക്കാൻ ഓടിക്കുന്ന അമ്മ, ചാമ്പമരത്തിൻ്റെ മണ്ടയ്ക്ക് കയറും അടി കിട്ടാതിരിക്കാൻ, കച്ചിത്തുറുവിൻ്റെ ചുവട്ടിലൊളിക്കും അടി കിട്ടാതിരിക്കാൻ. ആ ഒരു കാലമൊക്കെ ഞാനിന്ന് ഓർത്തു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് അമ്മയെക്കുറിച്ച് കുറച്ച് ഓർമ്മകൾ പറയാം. എൻ്റെ ഓർമ്മയിൽ അമ്മയും അച്ഛനും മൈസൂറിലായിരുന്നു. എന്നെ നാട്ടിലാക്കി അനിയത്തി ജനിച്ചപ്പം. ആങ്ങള ജനിച്ചു കഴിഞ്ഞ് അവനൊരു വയസ്സുള്ളപ്പം അവൻ്റെ പുറകെ ഓടിയപ്പം നനകല്ലിലടിച്ച് വീണതാണ്. നട്ടെല്ല് പഴുത്തു. ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ നട്ടെല്ല് പഴുത്തതൊന്നും ആരും അറിഞ്ഞില്ല. അമ്മയ്ക്ക് വയ്യായിരുന്നു, നടുവേദന, ജോലി ചെയ്യാൻ വയ്യ. ആകെ പ്രശ്നമായിട്ട് അമ്മയെ നാട്ടിൽ കൊണ്ടുവിടുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയും മക്കളും തറവാട്ടിലായി. അച്ഛന് ജോലിക്ക് പോകണമല്ലോ. ആ വയ്യാത്ത അമ്മ ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഒക്കെ, അന്ന് ഗവൺമെൻറ് ആശുപത്രിയാണ്, ഒക്കെ എനിക്കിന്നും നല്ല ഓർമ്മയാണ്. ഒരു വടിയും കാണും. പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, വികൃതിയല്ലേ. വടി കൊണ്ട് നയിച്ചാണ് കൊണ്ടുപോകുന്നത്. ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ അതൊക്കെ നല്ല ഓർമ്മകളാണ്. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് മേജർ ശസ്ത്രക്രിയയായിരുന്നു TMM തിരുവല്ലയിൽ, നട്ടെല്ല് കിഴിച്ചുള്ള ഓപ്പറേഷൻ. അതിന് അപ്പൂപ്പന്, അമ്മയുടെ അച്ഛന്, ഒരു ഹോം നേഴ്സിനെ വെച്ചാണ് അമ്മയെ ട്രീറ്റ് ചെയ്തത്. വീട്ടിൽ വന്നു കഴിഞ്ഞെന്നും ഈ നട്ടെല്ലിൻ്റെ ഹോളിൽ നിന്ന് പഴുപ്പ് സക്ക് ചെയ്ത് കളയണം. അങ്ങനെ ഒത്തിരി നാളത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് ആ നട്ടെല്ല് മൂടി വന്നതും ഭേദമായി അമ്മ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ. അപ്പോൾ ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് അമ്മയ്ക്ക് ഉറക്കക്കുറവ്, ഒരു വിഭ്രാന്തിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഉറങ്ങാനൊരു മരുന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, ഈ മരുന്നിൻ്റെ ഉറക്കം കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം അമ്മയ്ക്ക് ഈ വിഭ്രാന്തിയൊക്കെ. അമ്മയുടെ ഈ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല. എൻ്റെ വീട്ടിൽ വരുന്ന കുറച്ച് ഫ്രണ്ട്സിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അമ്മയെ മുന്നിൽ നിർത്തി ഞങ്ങളുടെ അമ്മയുടെ അമ്മയായി അമ്മയെ നോക്കി ജീവിച്ച ഞങ്ങൾ. വളരെ സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു. ബാല്യവും യൗവനവും എന്തോ ഒരു സന്തോഷമായിരുന്നു. അമ്മയോട് വഴക്ക് കൂടും, സ്നേഹം കൂടും. ഞങ്ങൾ രാത്രിയിലിരുന്ന് പഠിക്കുമ്പം, എൻ്റെ ഓർമ്മയിൽ ഞാൻ PGക്ക് പഠിക്കുമ്പം പോലും അമ്മയും ഉറങ്ങാതെ കൂടെ ഇരിക്കും. രാത്രിയിൽ കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് തരും ഉറങ്ങാതെ. അമ്മ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞാലും അമ്മ അനുസരിക്കില്ല. ഞങ്ങൾ പണ്ട് മുതലേ രാത്രിയിലിരുന്ന് പഠിക്കുന്നവരാണ്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഞങ്ങളിരുന്ന് പഠിക്കുന്നത്.
അപ്പോൾ അമ്മ എപ്പോഴും വന്ന് ഞങ്ങളെ ശ്രദ്ധിക്കും. പഠിക്കുകയാണോ ഉറങ്ങുവാണോ, കാപ്പി ഇട്ട് തരും. അതൊക്കെ ഇന്നും നല്ല ഓർമ്മകളാണ്. അവസാന സമയത്ത് എനിക്ക് ക്യാൻസർ ആണെന്ന് പോലും അമ്മ അറിഞ്ഞില്ല. അതൊരു വിധത്തിൽ ഭാഗ്യമായി, കാരണം അമ്മ വിഷമിച്ചേനെ. ഇത്രയൊക്കെ വയ്യായെങ്കിലും അമ്മ ഞങ്ങളുടെ പിറന്നാൾ ഓർത്തു വെച്ച് പ്രാർത്ഥിക്കും. അമ്പലത്തിൽ പോകാറില്ല, പ്രാർത്ഥിക്കും പിറന്നാൾ ഓർത്തു വെച്ച്. ഏതൊക്കത്തിൽ ചോദിച്ചാലും കാണാപ്പാടമാണ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിലും അമ്മയുടെ മകളായി എനിക്ക് ജനിക്കണം. അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത ആ ഒരു തുള്ളി വെള്ളം, മരണസമയത്ത് കൊടുക്കാത്ത ആ ഒരു തുള്ളി വെള്ളം അടുത്ത ജന്മത്തിലെങ്കിലും കൊടുക്കാൻ സാധിക്കണം. ആ അമ്മയുടെ മകളായിട്ട് ജനിക്കണം. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എൻ്റെ അമ്മ. ഓക്കേ, നമസ്കാരം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.